ഇസ്രായേൽ ഇറാൻ സംഘർഷം കടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത് ഇരുഭാഗത്തിന്റെയും ആയുധശേഷിയാണ്. ഭൂമിക്കടിയിലെ ഇറാന്റെ ആണവ നിലയങ്ങളെ തകർക്കാൻ ഇസ്രായേൽ തേടുന്നത് ബങ്കർ ബസ്റ്റർ എന്ന ബോംബുകളാണ്. അമേരിക്ക യുദ്ധത്തിന് ഇറങ്ങണമെന്ന് ഇസ്രായേൽ ആഗ്രഹിക്കുന്നതിന് കാരണവും അതാണ്. മണ്ണിനടിയിലെ ലക്ഷ്യസ്ഥാനങ്ങളെ തകർക്കാൻ ഉപയോഗിക്കുന്ന അത്യാധുനിക ആയുധമാണ് ബങ്കർ ബസ്റ്റർ. ഇറാനിലെ ഫോർദോ പോലുള്ള ആണവ നിലയങ്ങളെയും ആയുധ സംഭരണ ശാലകളെയും തകർക്കാനാണ് ഇസ്രായേൽ ബങ്കർ ബസ്റ്റർ ആവശ്യപ്പെടുന്നത്. ആണവ പരീക്ഷണങ്ങൾക്കായി ഇറാൻ വൻതോതിൽ യുറേനിയം സംഭരിച്ചിട്ടുള്ളത് ഫോർദോ ആണവ നിലയത്തിലാണെന്നാണ് വിലയിരുത്തൽ. ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം 300 അടി താഴ്ചയിലാണ് ഫോർദോ ആണവ നിലയം. അമേരിക്കയുടെ കൈവശമുള്ള GBU-57 എന്ന മാസീവ് ഓർഡൻസ് പെനിട്രേറ്റർ ആണ് ഫോർദോ തകർക്കാൻ ഇസ്രായേൽ തേടുന്ന ആയുധം. 20 അടി നീളവും 13,600 കിലോ ഭാരവുമുള്ള മോപ്പിൽ 2,700 കിലോ പേലോഡുണ്ട്. ഭൂമിക്കടിയിലുള്ള ലക്ഷ്യത്തിലേക്ക് കൃത്യമായി എത്താൻ കഴിയുന്ന ആയുധമാണിത്. B-2 സ്റ്റെൽത്ത് ബോംബർ വിമാനത്തിന് ഈ ബോംബ് വഹിച്ച് പറക്കാനാകും. നിലവിൽ ഇസ്രായേലിന്റെ പക്കൽ അത്തരം ആയുധങ്ങളോ യുദ്ധവിമാനങ്ങളോ ഇല്ല. F-15 പോലുള്ള യുദ്ധവിമാനങ്ങളിൽ നിന്ന് തൊടുക്കുന്ന GBU-28, BLU-109 എന്നിവയുൾപ്പെടെയുള്ള US നിർമ്മിത ബങ്കർ ബസ്റ്ററുകൾ ഇസ്രായേൽ ഉപയോഗിക്കുന്നുണ്ട്. ഈ ആയുധങ്ങൾക്ക് ഭൂമിക്ക് അടിയിലേക്ക് ആഴത്തിൽ പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഫോർദോ പോലുള്ള ആണവ നിലയങ്ങൾ ലക്ഷ്യം വെക്കാൻ നിലവിൽ ഇസ്രായേലിന് കഴിയുന്നില്ല. അതുകൊണ്ടാണ് അമേരിക്ക യുദ്ധത്തിൽ ഇടപെടണമെന്ന് ഇസ്രായേൽ ആഗ്രഹിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം.